പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇവിടെ ഇന്ന് ഫെബ്രുവരി 9 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ
ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആധ്യാത്മിക ജീവിതം ബലവത്താകണമെങ്കിൽ ദൈവം നമ്മളെ എങ്ങനെ നിരീക്ഷിക്കുന്നുവെന്ന് പഠിച്ചു വെക്കണം, നല്ലതാണ്. ഇപ്പം ഞാൻ ഇന്ന് നാളെ മറ്റന്നാൾ ഇതിൻ്റെ ഓരോ ഘടകങ്ങൾ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവം ചോദിക്കണില്ലേ, അതായത് നീ എന്താണ് ചെയ്തത്? ഇപ്പം ചെയ്തു പോയ കാര്യങ്ങളാണ്. രണ്ടാമതൊരു ചോദ്യം ദൈവം ചോദിക്കും, നീ എന്ത് ചെയ്യുന്നു? അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തത്, നീ ചെയ്യാനിരിക്കുന്നത് ഭാവിയിലെ. അപ്പോൾ ഈ ദൈവം നമ്മളെ നിരീക്ഷിക്കണ ഒരു വിഷയമുണ്ട്. ഞാൻ ആദ്യ ദിവസം പറയാം. ഉദാഹരണത്തിന് ഉൽപ്പത്തി 3:13 എടുത്തേ. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? ഇനി ഇത് ഹവ്വായോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി ദൈവം കായേനോട് ചോദിക്കും. ഉൽപ്പത്തി 4:10. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? അപ്പൊ കായേൻ ആബേലിനെ കൊന്നല്ലോ. അപ്പൊ അതിന് കർത്താവ് ചോദിച്ചത്, ആ കൊല കഴിഞ്ഞതിന് ശേഷം കർത്താവ് ചോദിച്ചതാണ്, നീ എന്താണ് ചെയ്തത്? ഇപ്പം ഹവ്വ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു, കർത്താവിൻ്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവളോട് ചോദിച്ചത്, നീ എന്താണ് ചെയ്തത്? അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അതുകൊണ്ടാണ് ഈ അനുതാപത്തിന് പ്രസക്തി വരണത്. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, നീ എന്താണ് ചെയ്തത്? എന്നുവെച്ചാൽ നിൻ്റെ കഴിഞ്ഞ കാലം എങ്ങനെയായിരുന്നു? അതിനെപ്പോഴും നമ്മൾ മറുപടി കൊടുക്കാൻ തയ്യാറായിരിക്കണം. അതിൻ്റെ മറുപടി ദൈവത്തിന് പറ്റുന്നൊരു മറുപടിയാണ് കൊടുക്കേണ്ടത്. കായേന് പറ്റിയ, ഹവായ്ക്കും പറ്റിയ ഒരു വിഷയം ദൈവത്തിന് പറ്റിയ മറുപടിയല്ല അവർ കൊടുത്തത്. അതായത് ഹവ്വായോടും അതുപോലെ തന്നെ കായേനോടും ദൈവം കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഒരു ചോദിച്ചവരോട്, നിങ്ങൾ എന്താണ് ചെയ്തതെന്ന്. പക്ഷേ ഒരു പ്രശ്നമുള്ളതേ, നമ്മൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരുടെ ഉത്തരം ദൈവത്തിന് സ്വീകാര്യമല്ലായിരുന്നു. ദൈവം പ്രതീക്ഷിച്ച ഉത്തരമല്ല അവർ പറഞ്ഞത്. അതാണ് അവർ ശിക്ഷയിൽ നിന്ന് വലിയ ഇളവ് ലഭിക്കാതിരുന്നതിൻ്റെ കാരണം. എന്താ അവളുടെ ഉത്തരം? എന്താ? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു. അതാണ് അവർ ചെയ്ത കാര്യങ്ങൾ മറ്റവരുടെ കഴുത്തെ കെട്ടിവെച്ച്. ഇത് ദൈവം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഭർത്താവ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കുഞ്ഞിനെ നീ അബോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. അത് ഭർത്താവ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കത്തില്ല. നീയാണത് ചെയ്തത്. കാര്യം നിൻ്റെ വയറ്റിലാണ് കർത്താവ് കുഞ്ഞിനെ തന്നത്. അപ്പം അതിൻ്റെ പൂർണ്ണ അവകാശ ഉടമസ്ഥ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം വേറെ ആര് പറഞ്ഞെന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. അല്ലെങ്കിൽ നിന്റെ ജീവന് കേടുണ്ടാകണം, അത് ഡോക്ടർ പറയണം. അപ്പം അത് പോലെ തന്നെയാണ് കായൻ എന്ന് പറഞ്ഞത്. കായൻ കൊടുത്ത മറുപടിയും ദൈവത്തിന് സ്വീകാര്യമല്ലായിരുന്നു. എന്താണ് കായൻ പറഞ്ഞെന്ന് നോക്കി. 34:9. കർത്താവ് കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? ഇതാണ് ഒരു പ്രശ്നം. കണ്ടാ, അതായത് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരം നമ്മൾ കൊടുക്കണം. അല്ലാതെ നമ്മളുടെ അപരാധങ്ങൾ നീതീകരിക്കുന്ന ഒരു ഉത്തരം കൃപാദായകമല്ല. ഒരു സാധനം ദൈവം ഏക്കത്തില്ല. അത് നീ എന്താണ് ചെയ്തത് നീ തന്നെ ഏക്കണം. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? അനുതാപമാണ് അവിടുത്തെ മാർഗം. ലോകത്തിലെ ഏറ്റവും നല്ല അനുതാപം നടത്തിയത് ദാവീദിനോട് ചോദിച്ചായിരുന്നു ദൈവം.
ഉറിയായെ കൊന്നു കഴിഞ്ഞപ്പോഴും ദാവീദിനോടും ദൈവം ചോദിച്ചായിരുന്നു, നീ എന്താണ് ചെയ്തതെന്ന്. എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞത് കായനോടും ചോദിച്ചു, ഹവ്വായോടും ചോദിച്ചു. ഇവർ രണ്ടുപേരും പറഞ്ഞ ഉത്തരങ്ങൾ പ്രാക്കുപെട്ട ഉത്തരങ്ങളാണ്. മറ്റുള്ളവരുടെ കഴുത്തെ കെട്ടിവെക്കുകയും സ്വയം ഉത്തരവാദിത്തം ഒഴിയണ രീതിയിലാണ്. ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്, എന്ത് മിസ്റ്റേക്ക് സംഭവിച്ചാൽ എൻ്റെ മക്കൾ ഫ്ലാറ്റായിട്ട് അതിൽ നിന്ന് ഒഴിവ് കഴിവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഉൽപ്പത്തിയുടെ പാഠങ്ങൾ നൽകുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളെ അസസ് ചെയ്യണം. കഴിഞ്ഞ കാലങ്ങളിലെ ഒരു സാധനവും അത് നമ്മൾ ചെയ്ത തെറ്റ് മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടാണെന്ന അങ്ങനെയുള്ള ഉത്തരങ്ങളൊന്നും അനുതാപത്തിൽ ദൈവം പ്രതീക്ഷിക്കണില്ല. ഫ്ലാറ്റായിട്ട് ആ വിഷയം ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശുവിനെ ഏറ്റെടുപ്പുകാരൻ എന്ന് പറയാൻ കാര്യം അതാണ്. നമ്മുടെ ഭാരങ്ങളാണ് ഈ മനുഷ്യൻ ഏറ്റെടുക്കാത്ത ഭാരങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഈശോ മനുഷ്യാവതാരം സ്വീകരിച്ചത്. അതാണ് ഈശോനെ ഏറ്റെടുപ്പുകാരൻ എന്ന് പറയുന്നത്. അത് ഐസയൊക്കെ പറയണില്ലേ, നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നതെന്നൊക്കെ ആ അർത്ഥത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ വിഷയം, കർത്താവേ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം, ഇനി ആവർത്തിക്കത്തില്ല, എന്നെ അനുഗ്രഹിക്കണം, അങ്ങനെ ഒരു നിലപാടാണ് ഭാവി ജീവിതത്തിൽ ഭൂതകാലത്ത് സംഭവിച്ചു പോയ വിഷയങ്ങളെക്കുറിച്ച് ദൈവ സന്നിധി ഒരു നിക്കക്കള്ളി കിട്ടാൻ വേണ്ടി നമുക്ക് കൈവരിക്കാൻ പറ്റുന്ന നിലപാട്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.